ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ദേ കണ്ടോ, ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മുടെ കൊല്ലയിൽ തന്നെ നിറച്ച് മുളകുകൾ പഴുത്ത് നിൽപ്പുണ്ട്. ഇത് നെയ്മുളക് ചുമപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിളവെടുക്കുകയാണ്. ഒപ്പം തന്നെ പല ആളുകളുടെയും ഒരു പ്രശ്നമാണ്, ഈവൻ നമ്മളുടെ കാന്താരി പോലും നമ്മൾ പഴുത്തതിൻ്റെ വിത്തിട്ട് മുളപ്പിച്ചാൽ പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ മുളകുകളുണ്ട്, അതെല്ലാം ഇന്ന് വിളവെടുത്ത് കാണിക്കുകയും ചെയ്യാതെ. ഇത് നെയ്മുളകാണേ. നെയ്മുളകിൻ്റെ ചുമപ്പ്, നെയ്മുളകിൻ്റെ മഞ്ഞയുടെയും വിത്ത് നമ്മളുടെ കയ്യിലുണ്ട്, ചുമപ്പിൻ്റെയും വിത്ത് നമ്മളുടെ കയ്യിലുണ്ട്. മുളകുകൾ ചെടിയിൽ നിന്ന് ഇങ്ങനെ അങ്ങ് പഴുത്തു പോകുകയാണെങ്കിൽ ചെടിയുടെ ആയുസ് കുറയുമെന്നാണ് പറയുന്നത്. ഞാൻ തൈ ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ചധികം തൈ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നിർത്തി പഴുപ്പിച്ചതേ. ഇതിപ്പോൾ കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായൊരു മുളകാണ്. ഇത് ഹെബനാരോ റെഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സെറാമുളകാണേ, നല്ല എരിവുള്ള സെറാമുളകാണിത്. ഇത് വേണ്ട എരിമുളക്, നല്ല എരിവാണിതിന്. എന്നാൽ ഇതിൻ്റെ വലിപ്പം വളരെ കുറവായിരിക്കുമേ. ഇതാണ് എരിമുളക്. എല്ലാം പാകി അടുത്ത സെക്ഷൻ കൃഷി ആരംഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ പഴുക്കാനായിട്ട് നിർത്തിയിരുന്നതാണേ. അപ്പം എല്ലാം കൂടി ഒന്നിച്ച് പാകി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മളുടെ ബുള്ളറ്റ് മുളകാണേ. നിറച്ച് മുളക് ഇങ്ങനെ കൊലകൊലയായിട്ടുണ്ടാകുന്ന ബുള്ളറ്റ് മുളക്, അത് നമ്മൾ കുറച്ച് ഇതിന് വേണ്ടി നിർത്തിയതാണ്. ഇത് നമ്മുടെ വയലറ്റ് ഉണ്ട മുളക്. ഇത് ആദ്യമേ ഇതുപോലെ നല്ല കളർ വയലറ്റ് ആയിരിക്കുമേ. പിന്നെ അതിൻ്റെ കളർ മാറി 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 പഴുക്കുമ്പോൾ ഇതുപോലെ ആവുമേ. ഇതിപ്പോൾ കാണിച്ച ആ സെയിം നീലമുളക് തന്നെയാണ് കേട്ടോ. അതിൻ്റെയും വിളവെടുക്കാം. നമുക്ക് വിത്തിൻ്റെ സെയിലുള്ളത് കൊണ്ട് മാക്സിമം വിത്തുണ്ടാക്കാനുള്ള പരിപാടി. ഇതൊക്കെ നേരത്തെ ബുക്കിഡാണേ. ബുക്ക് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കാൻ തികയാത്ത ഒരു ഐറ്റമാണ്. ഇതും നേരത്തെ ഒരു വർഷം മുമ്പ് തൊട്ടേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആളുകളെ. അപ്പോൾ ഇതിൻ്റെ പുതിയ പുതിയ കുറേ തൈകളാക്കി പിന്നെയും കുറേ വിത്തുകളാക്കാനുള്ള പ്ലാനും കൂടെ ഇതിപ്പോൾ പാകി കിളിപ്പിക്കുന്നതും കുറച്ച് കൊടുക്കാനും കൂടിയാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് കാന്താരിയാണ് കേട്ടോ. ഇത് പഴുത്തിട്ടില്ല. പഴുത്ത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കളറിൽ വ്യത്യാസം വരുവേ. വേണ്ട, ഇതും പഴുക്കാറായിട്ടുണ്ട്. ഇത് നമ്മളുടെ നെയ്മുളക് തന്നെയാണേ. നമ്മളുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ 400-ലധികം വെറൈറ്റി വിത്തുകൾ സെയിലിനുണ്ട്. അതുപോലെ തന്നെ 25-ലധികം വെറൈറ്റി ആയിട്ടുള്ള മുളക് വിത്തുകളും നമ്മളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കാം. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് തന്നെ കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യണേ. വിളിച്ചാൽ എടുക്കാൻ പറ്റുകയില്ല, കാരണം ഞാൻ തന്നെയാണ് അത് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കോളുകൾ എടുക്കുകയില്ല. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് തന്നെ വേണം ഓർഡർ എടുക്കാനായിട്ടേ. അപ്പോൾ പലതരത്തിലുള്ള മുളകുകൾ വിളവെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയൊക്കെ ആയിരിക്കും. ഇതിൻ്റെ രുചിയിലും മണത്തിലുമാണ് ഇതിലെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പലതും പല കവറിലൊക്കെ ആക്കി മാറ്റി വെച്ച് വേണം നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട്, പിന്നെ പാകാൻ വേണ്ടി ഉപയോഗിക്കാനായിട്ട്. എന്നാൽ വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്കിതിനെ കിളിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ നെയ്മുളക് തന്നെ പാകാനായിട്ട് എടുക്കാം. നമ്മളുടെ വീട്ടിലുള്ള മുളകുകൾ പിന്നെ നമുക്ക് തൈകൾ പിടിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യണം, കാരണം നല്ല പുകച്ചിലായിരിക്കും, അല്ലെങ്കിൽ കൈ നീറും. കണ്ടോ? എന്നിട്ട് ഇതിനകത്തുനിന്ന് ഓരോ വിത്തുകൾ എടുത്തിട്ട് ഇവിടെ ട്രേക്കകത്ത് ഞാൻ ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്. അപ്പം നമ്മൾ സാധാരണ നമ്മളോട് വിത്ത് വാങ്ങിക്കുന്നവരുടെ അടുത്ത്, അറിയാത്തവരുടെ അടുത്ത് എങ്ങനെയാണ് പാകുന്ന രീതിയൊക്കെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ചോദിക്കുന്നവരോട് മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, ഇത് ചകിരിച്ചോറ് കമ്പോസ്റ്റ്. അതായത് വളങ്ങളെല്ലാം ഉള്ള ചെടിക്കുന്ന വിത്തിന് നല്ല രീതിയിൽ വളർന്നു വരാൻ പറ്റുന്ന, വേരോട്ടം കിട്ടുന്ന, ഓക്സിജൻ സർക്കുലേഷൻ കിട്ടുന്ന ചകിരിച്ചോറിനെ ഫലപുഷ്ടിയുള്ള കമ്പോസ്റ്റാക്കി മാറ്റിയിട്ടുള്ള ഇത് നമുക്ക് വിത്ത് പാകാനായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതാണിത്. ഇതിനകത്താണ് നമ്മൾ വിത്ത് പാകുന്നത്. ഇത് നമ്മൾ ട്രെയിൽ ഇതുപോലെ നിറച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് വിത്ത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഇനി ഞാൻ ഇവിടെ ഇടാത്ത ഭാഗത്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓരോ വിത്തും സെപ്പറേറ്റ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഏറ്റവും മുകളിലാണ് വിത്തിടുന്നത്. കണ്ടോ, ട്രെയിൽ നന്നായിട്ട് കമ്പോസ്റ്റ് നിറച്ചു, ഏറ്റവും മുകളിൽ വിത്തിട്ടു. നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേന് ഞാൻ ആ വിളവെടുക്കുന്ന ഐറ്റം അന്നേരം തന്നെ പാകി അടുത്ത തൈയായിട്ട് ആക്കുക ചെയ്യുന്നത്. ഉണങ്ങിയെടുക്കാനായിട്ടൊന്നും നിൽക്കുകയില്ല. കണ്ടോ, ഇത് ഏറ്റവും മുകളിൽ വിത്തിട്ടു. അതിന് ശേഷം ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇതുപോലെ തന്നെ കിടന്നാൽ മതി. പക്ഷെ നമ്മൾ
വളരെ ലൂസായിട്ട് കുറച്ച് പോട്ടി മിക്സ് ഇത്രയും അതിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുമ്പോഴത്തേന് വിത്ത് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. നമ്മൾ സൂക്ഷിച്ച് സ്പ്രേ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേസമയം നമ്മൾ സ്പീഡിലൊക്കെ ചെയ്തിട്ട് പോകുമ്പോഴത്തേന് വിത്ത് തെറിച്ചു പോകും, അത് മിസ്പ്ലേസ് ആകും. അതുകൊണ്ട് ഇതുപോലെ വളരെ ലൂസായിട്ട് മാത്രം ഇതിൻ്റെ പോട്ടി മിക്സ് ഈ കമ്പോസ്റ്റ് തന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നേരിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കരുത്. ഇപ്പോൾ മഴ സമയം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു 10-12 ദിവസം എടുക്കും മുളകൊന്ന് പൊട്ടിക്കിളുത്ത് വരാനായിട്ട്. അപ്പോൾ ഓരോ മുളകിനും ഓരോ രീതിയാണ്. ക്യാരറ്റ് മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10-12 ദിവസം എടുക്കും മുളച്ച് കിട്ടാനായിട്ട്. ഇത് നമ്മുടെ വയലറ്റ് മുളക് നമ്മൾ പിടിപ്പിച്ചത്. ഇത് ഏകദേശം ഒരു 20-22 ദിവസം ആയിട്ടുള്ള തൈയാണ് ഇത്. ഇത്രയും സമയം എടുക്കും ഇതുപോലെ ഒന്ന് കിളുത്ത് കയറി വരാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ വിവിധ തരത്തിലുള്ള മുളക് വിത്തുകൾ വേണമെങ്കിൽ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.